അങ്ങനെ രണ്ടുപേർ വീതം കൺഫഷൻ റൂമിലേക്ക് പോകണം. തീരുമാനിച്ച് അവരിൽ ഒരാൾ ഡയറക്റ്റ് നോമിനേറ്റ് ആവണം. സായിക്കും നന്ദനയ്ക്കും രക്ഷിക്കാനാണ് പവർ, നോമിനേറ്റ് ചെയ്യാനല്ല, ഒരാളെ സേവ് ചെയ്യാനാണ് പവർ. എന്താണ് നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്, ഞെട്ടിക്കും പ്രൊമോയാണ്. ഒരാട്ടി നടക്കും നാളെ. എന്താണ് പ്രൊമോ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, വിട്ട് കൊടുക്കുന്നതല്ല നേടിയെടുക്കുന്നതാണ് മത്സരം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നത്. ജാസ്മിനും അഭിഷേകുമാണ് പെയർ. ജാസ്മിനും അഭിഷേകും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഡിസ്കസ് ചെയ്തിട്ട് കൺഫഷൻ റൂമിൽ പോയിരിക്കണം. എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരാൾ നോമിനേറ്റ് ആവണം. ബിഗ് ബോസ് 5 മിനിറ്റ് സമയമായിരിക്കും കൊടുക്കുന്നത്. ഇതിനകത്ത് വെച്ച് ഇവരൊരു ഡിസ്കഷനിലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരെ നോമിനേറ്റ് ആവും. നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ. അപ്പോൾ ജാസ്മിൻ പറയാണ്, വളച്ചൊടിക്കുന്നതും എന്ന് പറഞ്ഞിട്ട് അഭിഷേകിൻ്റെ മണ്ടയ്ക്കായിരുന്നു. അപ്പോൾ അഭിഷേക്, ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ജാസ്മിനെ നീ. അടുത്ത് നോറയും അൻസിബയുമാണ് ഒരു പേരിലെന്നാണ് പ്രൊമോ കണ്ടിട്ട് മനസ്സിലാവുന്നത്. അപ്പം നോറ പറയുന്നു, പേഴ്സണലി എടുത്തിട്ട് റിയാക്ട് ചെയ്ത മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അൻസിബ എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത് പോകുന്നത് ഋഷിയും അപ്സരയും കൂടെ ഒരു കൂട്ടയടി നടക്കും. അതിനകത്ത് ഋഷി പറയാണ്, അൻസിബ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നോമിനേഷനിൽ വന്നേനെ. എന്തരടേ ഇത്, അൻസിബയ്ക്കാ കപ്പ്, ഋഷി ജയിക്കുകയാണെങ്കിൽ അൻസിബയെ കൊണ്ട് കപ്പ് പിടിപ്പിക്കും. അപ്പോൾ അപ്സര പറയാണ്, കാരണം എനിക്ക് പറയാനുണ്ട് എന്നിങ്ങനെ പറയുന്നു. അടുത്ത് ജിൻഡോയും അർജുനും കൂടി പോകുന്നു. അപ്പോൾ ജിൻഡോ പറയാണ്, നല്ല ഗെയിമർ എന്ന് തോന്നാത്തത് കൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത് നിന്നെ. അപ്പോൾ അർജുൻ, ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത് സിജോയും ശ്രീതുവും കൂടെ പോവുകയാണ്. അപ്പോൾ സിജോ പറയുന്നു, ശ്രീതു പോണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, ശ്രീതുവിനകത്ത് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് നന്ദനയും സായിയും പോകുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത്, നോമിനേറ്റ് ചെയ്യാനല്ല, നിങ്ങൾക്ക് രക്ഷിക്കാനാണ് അവസരം. ഇതാണ് പ്രൊമോ. അപ്പോൾ ആരൊക്കെയാണ് പേര്? ജാസ്മിനും അഭിഷേകും, നോറയും അൻസിബയും, ഋഷിയും അപ്സരയും, ജിൻഡോയും അർജുനും, പിന്നെ സിജോയും ശ്രീതുവും. അപ്പോൾ 10 പേരായി. മൊത്തം വീട്ടിലിപ്പോൾ എത്ര പേരുണ്ട്? 13 പേര്. 13 14 പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് 10 പേര് ഇതാണ്. പിന്നെ നന്ദനയും സായും. നന്ദന ക്യാപ്റ്റനാണ്. അപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷൻ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നന്ദനയ്ക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സായിയുടെ കയ്യിൽ മാണിക്യമുണ്ട്, ഡയമണ്ട് ഉണ്ട്. അതുകൊണ്ട് സായും നോമിനേഷൻ ഫ്രീ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു നന്ദനയും സായും ഇവരുടെ അടുത്ത് പറയുമായിരിക്കും, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തീരുമാനിച്ച് ഒരാളെ സേവ് ചെയ്യുക, ഒരാളെ സേവ് ചെയ്യാൻ പറയും. എന്നിട്ട് റസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്, 2 ആഴ്ച ഡയറക്റ്റ് നോമിനേറ്റഡ് ആണല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ 13 പേരും ആയി. 13 പേരല്ലേ ഇനി ഉള്ളൂ. അപ്പോൾ 13 പേരും ആയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി എന്താവും ഏതാവും എന്നുള്ളത്. നാളത്തെ ബാക്കി അടുത്ത പ്രൊമോ വരുമ്പോൾ നമുക്ക് കണ്ടറിയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.